നമസ്കാരം. പ്രധാന വാർത്തകൾ. ചെർപ്പളശ്ശേരി നഗരത്തിലെ ട്രാഫിക് പരിഷ്കരണം അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. വിഷയത്തിൽ നഗരസഭ ഭരിക്കുന്നവർ ധിക്കാരപരമായ നിലപാടെടുക്കുന്നുവെന്ന് നേതാക്കൾ. മലപ്പുറം സ്വദേശിയായ പ്രവാസിയെ തോക്കു ചൂണ്ടി തട്ടിക്കൊണ്ടുപോയ കേസ് ഒരാളെ കൂടി ഒറ്റപ്പാലത്ത് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. ആലുവ ഈസ്റ്റ് സ്വദേശി ബിലാൽ എന്ന ബില്ലയാണ് അറസ്റ്റിലായത്. കൊപ്പത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്ത് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിൽ കിടന്നുറങ്ങിയ യുവാവ് മരിച്ച നിലയിൽ. വളാഞ്ചേരി മാവണ്ടിയൂർ സ്വദേശി അഷ്റഫാണ് മരിച്ചത്. സഹോദരനോടൊപ്പമായിരുന്നു ഓട്ടോറിക്ഷയിൽ ഇയാൾ കിടന്നിരുന്നത്. ലേലം കൊണ്ടയാൾ തുക കെട്ടിവെച്ചില്ല. ചെർപ്പളശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിക്കുന്നതിനായി പുനർലേലം നടത്താൻ നഗരസഭ 17 ലക്ഷം രൂപയ്ക്കായിരുന്നു പാണ്ടിക്കാട് സ്വദേശി ലേലം ഉറപ്പിച്ചിരുന്നത്. വിശദമായ വാർത്തകൾ നോക്കാം. ചെർപ്പളശ്ശേരി നഗരത്തിലെ ട്രാഫിക് പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ടൗണിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നഗരസഭാ കാര്യാലയത്തിന് സമീപം പോലീസ് തടഞ്ഞു. പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെർപ്പളശ്ശേരി നഗരത്തിൽ നടപ്പിലാക്കിയ പുതിയ ട്രാഫിക് പരിഷ്കരണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നുവെന്നാരോപിച്ചാണ് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെർപ്പളശ്ശേരി നഗരസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ഒറ്റപ്പാലം റോഡ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നഗരസഭാ കാര്യാലയത്തിന് സമീപം പോലീസ് തടഞ്ഞു. ഇത് പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ ഉന്തുംതള്ളിനും ഇടയാക്കി. തുടർന്ന് നടന്ന പൊതുയോഗം UDF ഷൊർണൂർ മണ്ഡലം ചെയർമാൻ ടി ഹരിശങ്കർ ഉദ്ഘാടനം ചെയ്തു. വിഷയം പലതവണ നഗരസഭാ ഭരണാധികാരികളെ അറിയിച്ചിട്ടും പരിഹരിക്കാൻ തയ്യാറാവാത്തത് ധിക്കാരപരമായ നിലപാടാണെന്ന് ടി ഹരിശങ്കർ പറഞ്ഞു. ഈ ഉടമ്പടിയോടൊക്കെ കൂടിയിട്ട് നിങ്ങൾ ഈ ഭരണം നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വരും. ഒരു പോലീസുകാരും വിചാരിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ഞാൻ CI സാറിനോടും ഇവരോടൊക്കെ പ്രത്യേകം പറയാണ്, രാജ് സാറെ, ഞങ്ങള് ഒരു കാര്യം പറയാം. നിങ്ങൾ നിയമം നടപ്പാക്കുമ്പോ ഇവിടുത്തെ പെർമിറ്റ്, ബസിന്റെ പെർമിറ്റ് എങ്ങോട്ടാണ് എടുത്തിട്ടുള്ളതെന്ന് അന്വേഷിക്കണ്ടേ. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KM ഇസാഖ് മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് വിനോദ് കളത്തോടി അധ്യക്ഷനായി. മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അനീഷ് മുടിക്കുന്നൻ, വൈസ് പ്രസിഡന്റും നഗരസഭാ കൗൺസിലറുമായ P സുബീഷ്, കൗൺസിലർ ശ്രീലജ വാഴക്കുന്നത്ത്, കോൺഗ്രസ് നേതാക്കളായ ഉണ്ണികൃഷ്ണൻ വല്ലപ്പുഴ, K ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. മലപ്പുറം സ്വദേശിയായ പ്രവാസി വ്യവസായിയെ തോക്കുചൂണ്ടി തട്ടിക്കൊണ്ടുപോയി 70 കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട കേസിൽ ഒരാളെ കൂടി ഒറ്റപ്പാലത്ത് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. ആലുവ ഈസ്റ്റ് സ്വദേശി ബിലാൽ എന്ന ഭില്ലയാണ് പിടിയിലായത്. പ്രധാന പ്രതികളിൽ ഒരാൾക്ക് ഒളിവിൽ കഴിയാൻ സഹായം നൽകിയതിനാണ് അറസ്റ്റ്. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 20ആയി. കഴിഞ്ഞ ഡിസംബർ 6-ന് തിരുമിറ്റക്കോട്ട് വെച്ചാണ് വണ്ടൂർ സ്വദേശി മുഹമ്മദ് അലിയെ കൊട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോയി കോതകുറിശ്ശിയിലെ വീട്ടിൽ തടവിലാക്കിയത്. പിന്നീട് പ്രതികൾ മദ്യലഹരിയിൽ ഉറങ്ങിയ സമയത്ത് രക്ഷപ്പെട്ട വ്യവസായിയെ നാട്ടുകാരും പോലീസും ചേർന്നാണ് ആശുപത്രിയിലാക്കിയത്. വ്യവസായിയുടെ അടുത്ത ബന്ധുവായ പൂങ്ങോട് സ്വദേശിയാണ് വിദേശത്തിരുന്ന് ഈ കൊട്ടേഷൻ ആസൂത്രണം ചെയ്തതെന്ന് ക്രൈംബ്രാഞ്ച് നേരത്തെ കണ്ടെത്തിയിരുന്നു. കൊപ്പത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്ത് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിൽ കിടന്നുറങ്ങിയ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വളാഞ്ചേരി തിണ്ടലം മാവണ്ടിയൂർ വടക്കുംപുറം വെളുത്തൂർതൊടി അബുവിന്റെ മകൻ അഷ്റഫാണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. ഇയാളുടെ സഹോദരൻ മുസ്തഫയും ഓട്ടോറിക്ഷയിൽ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. ഓട്ടോറിക്ഷ ഡ്രൈവർ വളാഞ്ചേരി സ്വദേശി സുനിൽ മദ്യപിച്ച് അപകടമുണ്ടാക്കിയ സാഹചര്യത്തിലാണ് പോലീസ് ഓട്ടോറിക്ഷ കസ്റ്റഡിയിലെടുത്തത്. ഇതിലെ യാത്രക്കാരായിരുന്നു മരിച്ച അഷ്റഫും സഹോദരൻ മുസ്തഫയും. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവങ്ങളുണ്ടായത്. കൊപ്പത്തു നിന്നും ഓട്ടോറിക്ഷയിൽ വളാഞ്ചേരിയിലേക്ക് പോകുകയായിരുന്നു വളാഞ്ചേരി സ്വദേശികളായ സുനിലും അഷ്റഫും മുസ്തഫയും. കൈപ്പുറത്തിന് സമീപം ഇവരുടെ ഓട്ടോറിക്ഷ എതിരെ വന്ന കാറിൽ ഇടിക്കുകയും ഓട്ടോറിക്ഷ നിർത്താതെ പോകുകയും ചെയ്തു.
ഇതിനിടെ നാട്ടുകാർ ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് നടത്തിയ പരിശോധനയിൽ ഡ്രൈവിംഗ് ലൈസൻസും ഇൻഷുറൻസ് രേഖകളും ഉണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിൽ ഡ്രൈവർ സുനിലിനെതിരെ കേസെടുത്തു. ഡ്രൈവർ സുനിലും വാഹനത്തിലുണ്ടായിരുന്നവരും മദ്യപിച്ചിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. ബുധനാഴ്ച രാവിലെ രേഖകൾ ഹാജരാക്കാനാവശ്യപ്പെട്ട് പോലീസ് ഇവരെ രാത്രിയോടെ തന്നെ പറഞ്ഞയക്കുകയും ചെയ്തു. എന്നാൽ നാട്ടിലേക്ക് പോകാതെ അഷ്റഫും സഹോദരൻ മുസ്തഫയും റോഡിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിൽ വന്ന് കിടന്നുറങ്ങുകയായിരുന്നുവെന്നാണ് പറയുന്നത്. പുലർച്ചെ പോലീസ് പുറത്ത് പരിശോധിക്കുന്ന വേളയിലാണ് ഓട്ടോറിക്ഷയിൽ കിടന്നുറങ്ങുന്നവരെ കണ്ടത്. തുടർന്ന് മുസ്തഫയെ വിളിച്ച് ഉണർത്തുകയായിരുന്നു. ഇതിനിടെയാണ് സഹോദരന് അനക്കമില്ലെന്ന വിവരം മുസ്തഫ പോലീസിനെ അറിയിക്കുന്നത്. തുടർന്ന് പോലീസ് ഇയാളെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്ന് പോലീസ് അറിയിച്ചു. ലേലം കൊണ്ടയാൾ തുക കെട്ടിവച്ചില്ല. ചെർപ്പശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിക്കുന്നതിനായി പുനർലേലം നടത്താൻ നഗരസഭ. ശനിയാഴ്ച നടന്ന ലേലത്തിൽ 17 ലക്ഷം രൂപയ്ക്കാണ് പാണ്ടിക്കാട് സ്വദേശിയായ കരാറുകാരൻ ലേലം ഉറപ്പിച്ചിരുന്നത്. കാലപ്പഴക്കത്താൽ അപകടാവസ്ഥയിലായ ചെർപ്പശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിക്കുന്നതിനുള്ള ലേല നടപടികൾ ജൂൺ 27-നാണ് EMS ഹാളിൽ വെച്ച് നടന്നത്. വിവിധ ജില്ലകളിൽ നിന്ന് 100-ലധികം പേർ ലേലത്തിൽ പങ്കെടുത്തിരുന്നു. 1,19,700 രൂപ അടിസ്ഥാന വിലയിൽ ആരംഭിച്ച ലേലം 17 ലക്ഷം രൂപയ്ക്കാണ് പാണ്ടിക്കാട് സ്വദേശിയായ കരാറുകാരൻ ഉറപ്പിച്ചത്. 24 മണിക്കൂറിനകം തുക കെട്ടിവെക്കണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ ഇയാൾ ഈ സമയപരിധിക്കുള്ളിൽ തുക കെട്ടിവെക്കാതെ പിൻവാങ്ങിയ സാഹചര്യത്തിൽ ലേലം അസാധുവാകുകയായിരുന്നു. ഇതോടെ ഇനി പുനർലേലം നടത്തേണ്ടി വരുമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ C. ജയകൃഷ്ണൻ പറഞ്ഞു. അടുത്ത ദിവസം തന്നെ ഇതിനുള്ള നടപടികളിലേക്ക് കടക്കും. ലേലം കൊണ്ടയാൾ 2 മാസത്തിനകം കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു നീക്കി നിരപ്പാക്കണം എന്നാണ് വ്യവസ്ഥ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരി വിൽപ്പനക്കാർക്ക് മുന്നറിയിപ്പ് നൽകി സ്കൂളുകൾക്ക് മുന്നിൽ യൂത്ത് ലീഗിന്റെ ബോർഡ്. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ ഹൈസ്കൂളുകൾക്ക് മുന്നിലാണ് ബോർഡ് സ്ഥാപിച്ചത്. കടകളുടെ ചുവരുകളിലും ഇതുമായി ബന്ധപ്പെട്ട സ്റ്റിക്കർ പതിച്ചിട്ടുണ്ട്. തള്ളച്ചിറ ഗവൺമെന്റ് ഹൈസ്കൂൾ, നാട്ടുകൽ INIC ഹയർ സെക്കൻഡറി സ്കൂൾ, കുണ്ടൂർക്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ, കരിങ്കലത്താണി ഫാത്തിമ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയ്ക്ക് മുന്നിലാണ് ബോർഡ് സ്ഥാപിച്ചത്. ലഹരി വസ്തുക്കളുമായി സ്കൂൾ പരിസരത്ത് ആളുകളെ കണ്ടാൽ ഉടൻ പോലീസിന്റെ വിവിധ വിഭാഗങ്ങളിലേക്ക് വിളിച്ചറിയിക്കാനുള്ള നമ്പറുകളും ബോർഡിലുണ്ട്. സ്ഥിര മുന്നറിയിപ്പ് ബോർഡായാണ് സ്ഥാപിച്ചിട്ടുള്ളത്. പഞ്ചായത്തിലെ പ്രധാന കവലകളിലും പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട്. തച്ചനാട്ടുകരയിൽ നിന്നും ലഹരി വസ്തുക്കളെ തുടച്ചു നീക്കുകയാണ് ലക്ഷ്യമെന്ന് യൂത്ത് ലീഗ് തച്ചനാട്ടുകര പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് റാഫി കുണ്ടൂർക്കുന്ന് പറഞ്ഞു. കഴിഞ്ഞ 2023-24 വർഷത്തെ ഒരു ക്രൈം റിപ്പോർട്ട് പറയുന്നത് കേരളത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകളിൽ 70%, 70% 10 വയസ്സിനും 15 വയസ്സിനും പ്രായമധ്യമുള്ള കുട്ടികളാണ് എന്നാണ്. അതുപോലെ തന്നെ 20%, 20% 15 വയസ്സിനും 19 വയസ്സിനും പ്രായമധ്യമുള്ള കുട്ടികളാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 10 മുതൽ 19 വയസ്സുള്ള പ്രായമധ്യമുള്ള കുട്ടികളെയാണ് ഈ ഒരു ലഹരി സംഘം ടാർഗറ്റ് ചെയ്യുന്നത്. അവരെയാണ് പല പ്രലോഭനങ്ങൾ നൽകിക്കൊണ്ട് ഇതിലേക്ക് ആനയിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ ശക്തമായ ക്യാമ്പയിൻ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും സഹായസഹത്തോടി ഉണർന്നു വരേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട യൂത്ത് ലീഗ് തച്ചനാട്ടുകര പഞ്ചായത്തിലെ 4 ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് മുമ്പിലും ഇത്തരത്തിലുള്ള സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ട് ലഹരിയെ പൂർണ്ണമായും നീക്കം ചെയ്യാനുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഉനേഷ് ചത്തല്ലൂർ, ട്രഷറർ കബീർ അണ്ണൻതൊടി, പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായ റിയാസ് കപൂർ, ആഷിഖ് എന്നിവർ പങ്കെടുത്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. ജല അതോറിറ്റിയുടെ പൈപ്പ് തകരാറിനെ തുടർന്ന് അമ്പലപ്പാറ ചുനങ്ങാട് റോഡ് തകർന്നത് അപകട ഭീഷണിയാകുന്നു. ജൽജീവൻ പദ്ധതിക്കായി പൊളിച്ച് 2 മാസം മുമ്പ് മാത്രം നവീകരിച്ച ചുനങ്ങാട് സ്കൂൾ റോഡിലാണ് പമ്പിംഗ് മെയിൻ പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകുന്നത്. തുടക്കത്തിൽ ചെറിയ രീതിയിലുണ്ടായിരുന്ന തകരാർ വാഹനങ്ങൾ കയറിയിറങ്ങി ഇപ്പോൾ വലിയ കുഴിയായി മാറി. സ്കൂൾ റോഡും തകർച്ചയിലാണ്. തകർച്ച രൂപപ്പെട്ട സമയത്ത് തന്നെ പരിഹരിച്ചിരുന്നുവെങ്കിൽ കുഴി രൂപപ്പെടില്ലായിരുന്നുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അമ്പലപ്പാറ ആശുപത്രിയിൽ കടമ്പൂർ ജലസംഭരണിയിൽ നിന്നുള്ള വിതരണ ലൈനിലെ പൊട്ടൽ പരിശോധിക്കാൻ വെള്ളം വിട്ടപ്പോഴാണ് റോഡരികിൽ വലിയ കുഴി രൂപപ്പെട്ടത്. ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു ജീപ്പ് കുഴിയിൽപ്പെട്ടിരുന്നുവെങ്കിലും യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകട സൂചനയായി നാട്ടുകാർ നിലവിൽ ചെടികളുടെ കമ്പുകൾ വെച്ചിരിക്കുകയാണെങ്കിലും രാത്രികാലങ്ങളിൽ ഈ സൂചനയും അപര്യാപ്തമാണ്. അതേസമയം പ്രശ്നം ഉടൻ പരിഹരിക്കാമെന്ന് ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്.
ലഹരിക്കെതിരെ നിലപാടെടുത്തതിന്റെ പേരിൽ തച്ചനാട്ടുകര പഞ്ചായത്ത് പരിധിയിൽ നിന്നും ഭീഷണിയോ അക്രമമോ ആർക്കും നേരിടേണ്ടി വരില്ല. അവർക്കുള്ള സംരക്ഷണം യൂത്ത് ലീഗ് നൽകുമെന്ന് യൂത്ത് ലീഗ് തച്ചനാട്ടുകര പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് റാഫി കുണ്ടൂർക്കുന്ന് പറഞ്ഞു. പഞ്ചായത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങളുമായി യൂത്ത് ലീഗ് സജീവമായി രംഗത്തുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരി മാഫിയയിൽ നിന്നും നിരവധിയായ അക്രമങ്ങളും അതുപോലെ തന്നെ ഉപദ്രവങ്ങളും ഏൽക്കേണ്ടി വരുന്ന പല കേസുകളും ഈ കഴിഞ്ഞ വർഷം വരെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്, കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ ലഹരിക്കെതിരെ നിലപാടെടുത്തതിൻ്റെ പേരിൽ മയക്കുമരുന്ന് സംഘത്തിനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള അക്രമമോ വെല്ലുവിളിയോ ഉപദ്രവമോ ഏൽക്കുകയാണെങ്കിൽ യൂത്ത് ലീഗ് അവർക്ക് പൂർണ്ണമായ സംരക്ഷണം നൽകുമെന്നും ഏത് രീതിയിലും അത് രാഷ്ട്രീയപരമായിട്ടായാലും നിയമപരമായിട്ടായാലും ഇനി കായികപരമായ പ്രതിരോധത്തിന് തയ്യാറാവേണ്ടി വന്നാൽ അതിനും യൂത്ത് ലീഗ് തയ്യാറാണ് എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഫുട്ബോൾ ലോകകപ്പിൽ ബ്രസീലിന്റെ വിജയത്തിനായി ക്ഷേത്രത്തിൽ പ്രത്യേക വഴിപാടുകൾ കഴിച്ച് ആരാധകൻ. അമ്പലപ്പാറ കടമ്പൂർ പാറക്കുണ്ടിൽ വീട്ടിൽ പ്രതീഷാണ് തന്റെ പ്രിയപ്പെട്ട കനറിപ്പടയുടെ വിജയത്തിനായി പനയൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രത്യേക വഴിപാടുകൾ നടത്തിയത്. തിങ്കളാഴ്ച രാത്രി നടന്ന മത്സരത്തിൽ ബ്രസീൽ 2-1 വിജയം നേടിയിരുന്നു. തിങ്കളാഴ്ച രാത്രി നടന്ന ബ്രസീൽ ജപ്പാൻ മത്സരത്തിന് മുന്നോടിയായാണ് പ്രതീക്ഷ വഴിപാട് കഴിച്ചത്. മത്സരത്തിൽ ബ്രസീൽ ടീമിന്റെ വിജയത്തിനായി ശത്രുമുട്ടും സൂപ്പർ താരം നെയ്മർ ജൂനിയറിന്റെ മികച്ച ഫോമിനായി ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയുമാണ് പ്രതീഷ് പനയൂർക്കാവ് ഭഗവതിക്ക് സമർപ്പിച്ചത്. ഈ വഴിപാട് വെറുതെയായില്ല. കളിയുടെ ആദ്യ പകുതിയിൽ 1 ഗോളിന് പിന്നിൽ നിന്ന ശേഷമാണ് രണ്ടാം പകുതിയിൽ 2 ഗോളുകൾ തിരിച്ചടിച്ച് ബ്രസീൽ ജപ്പാനെ നിലംപരിശാക്കിയത്. മറ്റ് പല ടീമുകൾക്കും വേണ്ടി ആരാധകർ നേർച്ചകളും വഴിപാടുകളും കഴിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും ബ്രസീൽ ടീമിന് വേണ്ടി ആരും അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടില്ലെന്നും അതുകൊണ്ടാണ് പ്രിയ ടീമിന്റെ വിജയത്തിനായി അമ്മയ്ക്ക് മുന്നിൽ വഴിപാട് കഴിക്കാൻ താൻ മുന്നോട്ട് വന്നതെന്നും പ്രതീഷ് പറയുന്നു. ഞാൻ ബ്രസീലിൻ്റെ കടുത്ത ആരാധകനാണ്. അപ്പോൾ ഈ ജപ്പാൻ ബ്രസീൽ മത്സരത്തിന് മുന്നോടിയായിട്ട് ഇങ്ങനെ തോന്നി, ഒന്ന് മറ്റ് ഫാൻസുകാരൊക്കെ അങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ നമുക്ക് ബ്രസീലിന് മാത്രം ആരും ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെയ്താണ്. അതെന്തായാലും ഫലമുണ്ടായി. ഇന്നലെ ജപ്പാനോട് ബ്രസീൽ 2-1 വിജയിച്ചിരിക്കുന്നു. വളരെയധികം സന്തോഷമുണ്ട്. ബ്രസീൽ വേൾഡ് കപ്പ് നേടും എന്ന് തന്നെയാണ് വിശ്വാസം. 2002 മുതൽ ബ്രസീലിന്റെ കടുത്ത ആരാധകനായ പ്രതീഷ് കഴിഞ്ഞ 2010 മുതൽ ലോട്ടറി കച്ചവടം നടത്തിവരികയാണ്. ലോട്ടറി വിൽപ്പനയിലൂടെ തിരക്കുകൾക്കിടയിലും ബ്രസീലിന്റെ ലോകകപ്പ് മത്സരങ്ങൾ ഒന്നുപോലും ഈ ആരാധകൻ മുടക്കാറില്ല. തന്റെ പ്രിയതാരം നെയ്മർ കളി നിർത്തിയാലും മരണം വരെ താൻ ഒരു ബ്രസീൽ ആരാധകനായി തന്നെ തുടരുമെന്നാണ് പ്രതീഷിന്റെ പക്ഷം. വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന ബ്രസീലിന്റെ അടുത്ത മത്സരങ്ങൾക്ക് മുന്നോടിയായും പ്രത്യേക വഴിപാടുകൾ കഴിക്കാനാണ് ഈ കാൽപന്ത് കളിപ്രേമിയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. റോഡിന് ഇരുവശവും പുൽക്കാടുകൾ പടർന്നു പിടിച്ചതു മൂലം പട്ടാമ്പി പള്ളിപ്പുറം തീരദേശ പാതയിലൂടെയുള്ള യാത്ര ഭീതിജനകമാകുന്നു. കൊടുമുണ്ടപ്പാട മുതൽ 2.5 കിലോമീറ്ററോളം ദൂരത്തിൽ റോഡിന് ഇരുവശവും വലിയ തോതിലാണ് പുൽക്കാടുകൾ പടർന്നു നിൽക്കുന്നത്. ബസ് സർവീസ് ഉൾപ്പെടെയുള്ള പാത നിലവിൽ വീതിക്കുറവാണ്. ഇതിനു പുറമെയാണ് റോഡിലേക്ക് കയറി കുറ്റിക്കാടുകൾ വളർന്നു നിൽക്കുന്നത്. വളവും തിരിവുമായുള്ള റോഡിൽ പുൽക്കാടുകൾ മൂടപ്പെട്ടതോടെ കാഴ്ച മറയ്ക്കുന്നത് അപകടങ്ങൾക്ക് ഇടവരുത്തുകയാണ്. മുതുതല പഞ്ചായത്തിന്റെ ഭാഗത്താണ് റോഡിന് ഇരുവശവും കുറ്റിക്കാടുകൾ പടർന്നു നിൽക്കുന്നത്. ഇവിടങ്ങളിൽ മാലിന്യം തള്ളുന്നതിനും കുറവില്ല. ഇത് ഭക്ഷിക്കാനെത്തുന്ന തെരുവ് നായ്ക്കളുടെ ശല്യവും രൂക്ഷമാണ്. ഈ ഭാഗങ്ങളിൽ റോഡ് തകർച്ചയുമുണ്ട്. വാഹനയാത്രക്കാർക്ക് മാത്രമല്ല കാൽനട യാത്രക്കാർക്കും ഇതെല്ലാം വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നത്. പുഴയോട് ചേർന്നുള്ള പാതയായതിനാൽ മഴ തുടങ്ങിയതോടെ പുഴക്കാഴ്ചകൾ കാണാൻ എത്തുന്നവരുടെ തിരക്കും പാതയിലുണ്ട്. പാതയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ. ലോകകപ്പ് ആവേശത്തിൽ പന്ത് തട്ടി തൃക്കിടിരി PTM ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും. സ്കൂളിൽ സംഘടിപ്പിച്ച ഫ്രണ്ട്ലി മാച്ചിൽ അധ്യാപകരുടെ അർജന്റീന ടീം 3-നെതിരെ 5 ഗോളുകൾക്ക് വിജയം നേടി. ലോകകപ്പ് ഫുട്ബോൾ ആവേശം വാനോളമുയർത്തിയാണ് തൃക്കിടിരി PTM സ്കൂൾ ഗ്രൗണ്ടിൽ അധ്യാപകരുടെ കാൽപന്ത് പോരാട്ടം നടന്നത്.
മൈതാനത്ത് ബ്രസീലും അർജന്റീനയുമായി അധ്യാപകർ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയപ്പോൾ കുട്ടികളിൽ അത് സൃഷ്ടിച്ച ആവേശം സമാനതകളില്ലാത്തതായിരുന്നു. ഇരു ടീമുകളും തകർത്ത് കളിച്ച മത്സരത്തിൽ 3-നെതിരെ 5 ഗോളുകൾക്ക് അർജന്റീന വിജയം കൊയ്തു. സ്കൂൾ ഗ്രൗണ്ടിൽ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ സാക്ഷി നിർത്തിയാണ് കാൽപന്ത് കളിയുടെ തനത് ശൈലിയിൽ മത്സരം അരങ്ങേറിയത്. കളി തുടങ്ങി ആദ്യ നിമിഷങ്ങളിൽ തന്നെ ഇരുപക്ഷത്തു നിന്നും മിന്നും മുന്നേറ്റങ്ങളാണ് ഉണ്ടായത്. കനത്ത പോരാട്ടത്തിനൊടുവിൽ ബ്രസീലിനായി സിയാദ് മാഷ് 2 ഗോളുകളും അഫ്സർ മാഷ് 1 ഗോളും നേടി ടീമിന്റെ സ്കോർ ഉയർത്തി. എന്നാൽ മറുപടി ആക്രമണങ്ങളുമായി അർജന്റീന ടീം കളം നിറഞ്ഞ് കളിക്കുകയായിരുന്നു. അർജന്റീനയ്ക്ക് വേണ്ടി അനസ് മാഷും ഹംസത്ത് മാഷും 2 ഗോളുകൾ വീതം നേടി ടീമിന് വ്യക്തമായ മേധാവിത്വം നൽകി. പി ബഷീർ മാഷ് 1 ഗോൾ കൂടി നേടിയതോടെ അർജന്റീനയുടെ ഗോൾ പട്ടിക പൂർണ്ണമായി. മത്സരത്തിലുടനീളം തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരെ പ്രോത്സാഹിപ്പിച്ചും ആരവങ്ങൾ മുഴക്കിയും കുട്ടികൾ കളം സജീവമാക്കി നിർത്തി. തോൽവിയിലും വിജയത്തിലും സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉയർത്തിപ്പിടിച്ച അധ്യാപകർ കുട്ടികൾക്ക് മികച്ചൊരു കായിക വിരുന്നാണ് സ്കൂൾ മൈതാനത്ത് സമ്മാനിച്ചത്. ലോകകപ്പ് കാലത്തെ ഈ വേറിട്ട മത്സരം സ്കൂളിലെ എക്കാലത്തെയും മികച്ചൊരു കായിക മുഹൂർത്തമായി മാറി. താഴേക്കോട് അമ്മനിക്കാട് ഗ്ലോബൽ KMCCയും MSF മേഖലാ കമ്മിറ്റിയും സംയുക്തമായി ലീപ് 26 എന്ന പേരിൽ വിവിധ പൊതുപരീക്ഷാ വിജയികൾക്കുള്ള ആദരവും ഓറിയന്റേഷൻ ക്ലാസും സംഘടിപ്പിച്ചു. നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. KMCC പ്രസിഡന്റ് മലയിൽ സിദ്ദിഖ് അധ്യക്ഷനായി. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സ്മിജി, മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് AK നാസർ, താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ഹുസൈൻ, MSF ജില്ലാ ജനറൽ സെക്രട്ടറി ജസീൽ പറമ്പൻ, താഴേക്കോട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി MT അഫ്സൽ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ചെർപ്പളശ്ശേരി നഗരത്തിലെ ട്രാഫിക് പരിഷ്കരണം അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. വിഷയത്തിൽ നഗരസഭ ഭരിക്കുന്നവർ ധിക്കാരപരമായ നിലപാടെടുക്കുന്നുവെന്ന് നേതാക്കൾ. മലപ്പുറം സ്വദേശിയായ പ്രവാസിയെ തോക്കു ചൂണ്ടി തട്ടിക്കൊണ്ടുപോയ കേസ് ഒരാളെ കൂടി ഒറ്റപ്പാലത്ത് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. ആലുവ ഈസ്റ്റ് സ്വദേശി ബിലാൽ എന്ന ബില്ലയാണ് അറസ്റ്റിലായത്. കൊപ്പത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്ത് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിൽ കിടന്നുറങ്ങിയ യുവാവ് മരിച്ച നിലയിൽ. വളാഞ്ചേരി മാവണ്ടിയൂർ സ്വദേശി അഷ്റഫാണ് മരിച്ചത്. സഹോദരനോടൊപ്പമായിരുന്നു ഓട്ടോറിക്ഷയിൽ ഇയാൾ കിടന്നിരുന്നത്. ലേലം കൊണ്ടയാൾ തുക കെട്ടിവെച്ചില്ല. ചെർപ്പളശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിക്കുന്നതിനായി പുനർലേലം നടത്താൻ നഗരസഭ. 17 ലക്ഷം രൂപയ്ക്കായിരുന്നു പാണ്ടിക്കാട് സ്വദേശി ലേലം ഉറപ്പിച്ചിരുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.